ഇപ്പോൾ നിതിൻ രാജിന്റെ മരണത്തെ തുടർന്ന് വലിയ പ്രതിഷേധമാണ് ഉയരുന്നത്. അഞ്ചരക്കണ്ടി ദന്തൽ കോളേജിലേക്ക് യൂത്ത് ലീഗിന്റെ നേതൃത്വത്തിൽ പ്രതിഷേധം നടന്നു. ആ പ്രതിഷേധം സംഘർഷത്തിൽ കലാശിക്കുകയാണ്. പ്രതിഷേധക്കാരെ പോലീസ് തടയുന്നുണ്ട്. പക്ഷേ പ്രതിഷേധക്കാർ മുദ്രാവാക്യം മുഴക്കി പോലീസിനെ മറികടക്കാൻ ആണ് ശ്രമിക്കുന്നത്. ഇപ്പോൾ KV ബൈജു ആണ് വാർത്തയുടെ വിശദാംശങ്ങളുമായി ചേരുന്നത്. ബൈജു, യൂത്ത് ലീഗിന്റെ നേതൃത്വത്തിൽ ഇപ്പോൾ പ്രതിഷേധം നടക്കുന്നു. നമുക്കറിയാം, നിതിൻ രാജിന്റെ മരണത്തിന് ശേഷം യുവജന സംഘടനകളുടെ ഭാഗത്ത് നിന്ന് വ്യാപകമായ പ്രതിഷേധങ്ങൾ ഉയരുന്നുണ്ട്. മറ്റ് സംഘടനകളും പ്രതിഷേധവുമായി രംഗത്തുണ്ട്. അതിനിടെ ഇന്നിപ്പോൾ ഈ ആരോപണ വിധേയരായ അധ്യാപകരുടെ ജാമ്യ ഹർജി മുൻകൂർ ജാമ്യാപേക്ഷ കോടതിയിൽ വരികയും ചെയ്യുന്നുണ്ടല്ലോ. തീർച്ചയായും അഭിലാഷ, യൂത്ത് ലീഗിന്റെ നേതൃത്വത്തിൽ വലിയ പ്രതിഷേധമാണ് ഇപ്പോൾ നടക്കുന്നത്. അതായത് പ്രതിഷേധത്തിന് ഒരു കുറവുമില്ല അഞ്ചരക്കണ്ടി മെഡിക്കൽ കോളേജിൽ എന്ന് പറയേണ്ടി വരും. ഇന്നലെ യൂത്ത് കോൺഗ്രസിന്റെ പ്രതിഷേധമാണ്. അത് വലിയ തോതിൽ പ്രവർത്തകർ ബാരിക്കേഡൊക്കെ തകർന്ന സാഹചര്യമുണ്ടായത്. ഇന്ന് അതേ സമാനമായ രീതിയിൽ, അല്ലെങ്കിൽ അതിനേക്കാളും കുറച്ചുകൂടി സംഘർഷ സാധ്യത തന്നെയാണ്. ഏതായാലും പ്രവർത്തകർ ഇപ്പോൾ അറസ്റ്റ് ചെയ്ത് നീക്കാനുള്ള നടപടികളാണ് പോലീസിന്റെ ഭാഗത്തുനിന്നുള്ളത്. ബാരിക്കേഡ് തള്ളിമാറ്റി പോലീസുമായി ഉന്തും തള്ളും ഉണ്ടാകുന്ന ഒരു സാഹചര്യം ഇപ്പോൾ ഉണ്ടായി. എന്തായാലും വലിയ പോലീസ് സന്നാഹം ഇന്നുണ്ടായിരുന്നു. ഇതിനിടയിൽ തന്നെ ഈ റാമും അതുപോലെ തന്നെ സംഗീത എന്ന് പറയുന്ന കേസിലെ 2 പ്രതികളുടെ ജാമ്യ ഹർജി ഇപ്പോൾ തലശ്ശേരി സെഷൻസ് കോടതിയിൽ വാദം നടന്നുകൊണ്ടിരിക്കുകയാണ്. ഇവരുടെ വാദം പൂർത്തിയായെങ്കിലും ഈ പിതാവ് രാജനും അതുപോലെ തന്നെ സഹോദരൻ അശോകനും സഹോദരി ഭർത്താവ് അശോകനും ഈ കേസിൽ കക്ഷി ചേർന്നില്ല. അങ്ങനെ അവരുടെ വാദം കൂടിയാണ് ഇപ്പോൾ കോടതി കേൾക്കുന്നത്. അങ്ങനെ ഈ പ്രതികളെ ഇതുവരെ പിടികൂടാത്തതിൽ വലിയ പ്രതിഷേധം ഉയരുന്നുണ്ട്. അതോടൊപ്പം ഈ പ്രിൻസിപ്പൽ ഉൾപ്പെടെയുള്ള ആളുകളെ അറസ്റ്റ് ചെയ്യണമെന്നാണ് ഇപ്പോൾ പ്രതിഷേധക്കാർ ആവശ്യപ്പെടുന്നത്. നേരത്തെ നമ്മൾ കണ്ടതാണ്, പ്രതിഷേധക്കാരെ ബൗൺസർമാർ ഉപയോഗിച്ച് ഇവരെ ഇത്തരത്തിൽ തടയുന്ന സാഹചര്യം കോളേജ് മാനേജ്മെന്റ് ഭാഗത്തുണ്ടായിരുന്നു. എന്തായാലും വലിയ പ്രതിഷേധം ഇപ്പോൾ ഉയരുന്നു. എല്ലാ ദിവസവും ഇതിൽ പ്രതിഷേധം ഉയരുന്നു എന്നതാണ് ഏറ്റവും പ്രധാനം. ഇപ്പോൾ യൂത്ത് ലീഗിന്റെ മാർച്ചാണ് അത്തരത്തിൽ ഒരു നേരിയ സംഘർഷ സാധ്യതയുണ്ടായത്. പ്രവർത്തകരും പോലീസും ഒന്നും തള്ളുമുണ്ട്. ഇപ്പോൾ ഇവരെ അറസ്റ്റ് ചെയ്ത് നീക്കുന്ന ദൃശ്യങ്ങളാണ് കാണുന്നത്. എന്തായാലും ബാരിക്കേഡ് മറിച്ചിടാനുള്ള ശ്രമത്തിനിടയിലാണ് പോലീസ് ബലം പ്രയോഗിച്ച് ഇവരെ അറസ്റ്റ് ചെയ്ത് നീക്കുന്ന നടപടികളിലേക്ക് കടക്കുന്നത്. ഇന്നലെ യൂത്ത് കോൺഗ്രസിന്റെ മാർച്ചും വലിയ സംഘർഷമുണ്ടായി. പോലീസും അതുപോലെ തന്നെ യൂത്ത് കോൺഗ്രസ് പ്രവർത്തകരും തമ്മിൽ ഉന്തും തള്ളുമുണ്ടായ സാഹചര്യം ഉണ്ടായിരുന്നു. ഇത്തരത്തിൽ എല്ലാ ദിവസവും ഓരോ സംഘടനകളുടെ പ്രതിഷേധം അഞ്ചരക്കണ്ടി കോളേജിൽ വരുന്നു. ഇതുവരെ പ്രതികളെ അറസ്റ്റ് ചെയ്തിട്ടില്ല. അത് തന്നെയാണ് വലിയ പ്രതിഷേധത്തിനിടയാക്കുന്നത്. അതോടൊപ്പം മറ്റ് കൂടുതൽ പേരെ പ്രതി ചേർക്കുന്ന സാഹചര്യം അത് ഉണ്ടാകുന്നില്ല. പോലീസിന് എതിരെയാണ് വലിയ പ്രതിഷേധം വരുന്നത്. 28 സംസ്ഥാന ഹർത്താലിന് ആക്ഷൻ കൗൺസിലും ആഹ്വാനം ചെയ്തിട്ടുണ്ട്. അത്തരത്തിൽ പ്രതിഷേധം കനക്കുന്നു എന്ന് പറയേണ്ടി വരും. അതോടൊപ്പം ഇന്ന് റാമിനും സംഗീതക്കും വളരെ നിർണായകമായ ദിവസമാണ്. അല്പസമയത്തിനകം തന്നെ ഈ മുൻകൂർ ജാമ്യ ഹർജിന്മേലുള്ള വിധി തലശ്ശേരി ജില്ലാ സെഷൻസ് കോടതി പരിഗണിക്കും. ആ വിധി അല്പസമയത്തിനും ഉണ്ടാവുമെന്ന് തന്നെയാണ് പ്രതീക്ഷിക്കുന്നത്. അതല്ലെങ്കിൽ ഉച്ചയ്ക്ക് ശേഷമായിരിക്കും ആ വിധി പറയുക. ഏതായാലും വാദം ഇപ്പോൾ ഏതാണ്ട് പൂർത്തിയായിരിക്കുന്നു. പിതാവ് രാജനും അതോടൊപ്പം സഹോദരി ഭർത്താവ് അശോകന്റെയും വാദമാണ് ഇന്ന് കേൾക്കുന്നത്. ഇന്നലെ റാം സംഗീതയും ഈ കാര്യത്തിൽ അവരുടെ വാദം ഇന്നലെ തന്നെ പൂർത്തിയായിരുന്നു.
പിതാവും അതുപോലെ തന്നെ സഹോദരി ഭർത്താവും കക്ഷി ചേർന്നുകൊണ്ടാണ് കേസ് ഇന്നത്തേക്ക് ഈ വാദം കേൾക്കാൻ മാറ്റിവെച്ചത്. ഏതായാലും റാം ഈ സമയത്ത് ഈ നിതിൻ രാജ് മരണപ്പെട്ടു എന്ന് പറയുന്ന സമയത്ത് കോളേജിൽ ഉണ്ടായിരുന്നില്ല എന്നാണ് പ്രധാനമായും വാദിച്ചത്. അതോടൊപ്പം സംഗീത നമ്പ്യാർ ഈ കാര്യത്തിൽ ഏതെങ്കിലും തരത്തിൽ കേസിൽ അറസ്റ്റ് ചെയ്താൽ വലിയ തോതിൽ പീഡനത്തിനിരയാകുന്ന സാഹചര്യം ഉണ്ടാവും എന്നാണ് അവർ വാദിച്ചത്. ഏതായാലും ഇവർ രണ്ടുപേരും ഇപ്പോൾ കേരളത്തിലില്ല എന്നാണ് പോലീസ് പറയുന്നത്. ഇവരെ അറസ്റ്റ് ചെയ്യാത്തതിൽ പ്രതിഷേധിച്ചും കൂടുതൽ പേരെ ഇത്തരത്തിൽ ഈ കേസിൽ പ്രതി ചേർക്കണമെന്ന് ആവശ്യപ്പെട്ടുമാണ് ഇപ്പോൾ വലിയ പ്രതിഷേധം അഞ്ചരക്കണ്ടി മെഡിക്കൽ കോളേജിൽ നടക്കുന്നത്. അഭിലാഷ്. യെസ്, ഇതാ അഞ്ചരക്കണ്ടി മെഡിക്കൽ കോളേജിൽ നിതിൻ രാജിന്റെ മരണത്തിന് ശേഷം പ്രതിഷേധം ശക്തമാവുകയാണ്. യൂത്ത് ലീഗിന്റെ നേതൃത്വത്തിലാണ് ഇപ്പോൾ പ്രതിഷേധ മാർച്ച് നടക്കുന്നത്. മാർച്ച് തടയാൻ പോലീസ് ശ്രമിക്കുന്നു. അതോടൊപ്പം തന്നെ പ്രവർത്തകരെ ബലം പ്രയോഗിച്ച് പോലീസ് അവിടെ നിന്ന് നീക്കുന്നുമുണ്ട്. മുദ്രാവാക്യങ്ങൾ മുഴക്കി പ്രതിഷേധക്കാർ അവിടെ തുടരുകയും ചെയ്യുന്നുണ്ട്. അതിനിടെയാണ് ആരോപണ വിധേയരായ അധ്യാപകരുടെ മുൻകൂർ ജാമ്യാപേക്ഷ കോടതി പരിഗണിക്കുകയും ചെയ്യുന്നത്. പ്രതിഷേധക്കാരോട് അവിടെ നിന്ന് ഒഴിഞ്ഞു പോകണമെന്ന് പോലീസ് തുടർച്ചയായി ആവർത്തിക്കുന്നു. പക്ഷേ ഇപ്പോൾ ഇതാ പ്രതിഷേധക്കാർ അവിടെ കുത്തിയിരുന്ന പ്രതിഷേധം മുദ്രാവാക്യം മുഴക്കുകയാണ്. അഞ്ചരക്കണ്ടി ദന്തൽ കോളേജിലെ മെഡിക്കൽ വിദ്യാർത്ഥിയായിരുന്ന നിതിൻ രാജിന്റെ മരണത്തിൽ പ്രതിഷേധം ശക്തമാവുകയാണ്. യൂത്ത് ലീഗിന്റെ നേതൃത്വത്തിലാണ് ഇപ്പോൾ പ്രതിഷേധം നടക്കുന്നത്.